ഇതുപോലുള്ളൊരു സമ്മേളനം നടത്താൻ ഏതെങ്കിലും ഒരു സംഘടനയ്ക്ക് കഴിയുമോ എന്നുള്ളതാണ്. അത് സമസ്ത കേരള ജമിയത്തുൽ ഉലമക്ക് മാത്രമേ കഴിയൂ. ನಾನು ಬೆಂಗಳೂರಿನಲ್ಲಿ ಇಂಥ ಒಂದು ಪವಿತ್ರವಾದಂತ ಯುವಕರ ಸಂಘಟನೆ 100 ವರ್ಷದ ಇತಿಹಾಸ, ಎಷ್ಟು ದೊಡ್ಡ ಶಿಸ್ತಿನ ಸಂಘಟನೆ ನಾನು ಬೆಂಗಳೂರಿನಲ್ಲಿ ನೋಡಿರಲಿಲ್ಲ. ಇದಕ್ಕೆ ನಾನು ಡಿ.ಕೆ. ಶಿವಕುಮಾರ್ ಆಗಿ ಅಭಿನಂದಿಸ್ತಾ ಇಲ್ಲ, ಡೆಪ್ಟಿ ಚೀಫ್ ಮಿನಿಸ್ಟರ್ ಆಗಿ ಅಭಿನಂದಿಸ್ತಾ ಇಲ್ಲ, ಕಾಂಗ್ರೆಸ್ ಪಕ್ಷದ ಅಧ್ಯಕ್ಷರಾಗಿ ಅಭಿನಂದಿಸ್ತಾ ಇಲ್ಲ, ಇಡೀ ಸರ್ಕಾರದ ಪರವಾಗಿ ನಿಮಗೆ ನಾನು ಅಭಿನಂದಿಸ್ತಾ ಇದ್ದೇನೆ. സ്നേഹത്തോടെയും സാഹോദര്യത്തോടെയും സമാധാനത്തോടെയും മുന്നോട്ട് പോകും. കേരളീയ പരിസരത്ത് സാമുദായിക സൗഹാർദ്ദത്തിന്റെയും ബഹുസ്വര സമൂഹത്തിൽ കേരളീയ മുസ്ലിം സമൂഹം പുലർത്തുന്ന പക്വതയുടെ അതിന്റെയൊക്കെ ഒരു വലിയ നിദർശനം നമുക്ക് നൽകിയിട്ടുള്ളത് സമസ്ത കേരള ജമിയത്തുൽ ഉലമ തന്നെയാണ്. ಸಮಸ್ತ ಕೇರಳ ಜಮಿಯತುಲ್ ಉಲಮಾ ಸಂಘಟನೆಯು ತನ್ನ 100ನೇ ವಾರ್ಷಿಕ ಸಮ್ಮೇಳನವನ್ನ ಆಚರಿಸಿಕೊಳ್ತಾ ಇದೆ. ಈ ಸಮ್ಮೇಳನವನ್ನ ಅತ್ಯಂತ ಸಂತೋಷದಿಂದ ಉದ್ಘಾಟನೆ ಮಾಡಿದ್ದೇನೆ. ನಾನು ಅತ್ಯಂತ ಸಂತೋಷದಿಂದ ಭಾಗಿಯಾಗಿದ್ದೇನೆ ಅಂತಕ್ಕಂಥ ಮಾತನ್ನ ಹೇಳಲಿಕ್ಕೆ ಬಯಸ್ತಾ ಇದ್ದೇನೆ. സന്തോഷത്തിലാണ് ഞാൻ ഇവിടെ സംസാരിക്കുന്നത്. കാരണം സമസ്ത പണ്ഡിത സഭ ഇത്തരത്തിലുള്ള സമ്മേളനം ബാംഗ്ലൂർ പ്രഖ്യാപിച്ചപ്പോഴും അത് പാലസ് ഗ്രൗണ്ടിലേക്ക് തെരഞ്ഞെടുക്കുകയും ഓരോ പ്രവർത്തകന്മാർക്കും ഇത് ഇവിടെയുള്ള ബാംഗ്ലൂരിലെ അഹ്ലുസുന്നത്ത് ജമാഅത്ത് പ്രവർത്തകന്മാരുടെ ഒരു ടീം വർക്കിന്റെ ഒരു വിജയമാണ്. അൽഹംദുലില്ലാഹ്, എത്ര അഭിനന്ദിച്ചാലും മതിയാവില്ല. ഏവർക്കും വളരെയേറെ ചാരിതാർത്ഥ്യമുണ്ട്, സന്തോഷമുണ്ട്. ഇങ്ങനെ ഒരു സമ്മേളനം നമുക്കിവിടെ സംഘടിപ്പിക്കാൻ പറ്റിയതിലും സമസ്ത നമ്മളെ അതിന് അനുവദിച്ചതിലും നമുക്കേറെ അഭിമാനമുണ്ട്. അൽഹംദുലില്ലാഹ്, ഒരിക്കൽ കൂടി അള്ളാഹുവിനെ ഞാൻ സ്തുതിക്കുന്നു. നമ്മുടെ ഈ സമ്മേളനം മഹാവിജയമാക്കി തന്ന എല്ലാവർക്കും ഞങ്ങളുടെ സ്വാഗത സംഘം കമ്മിറ്റിയുടെ നന്ദിയും കൃതജ്ഞതയും ഞങ്ങൾ രേഖപ്പെടുത്താണ്.